സമീപകാലത്ത് വിജയ് ആന്റണി സിനിമകൾ അങ്ങനെ തുരുതുരാ വരാറുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയൊരു മൂവിയായിരുന്നു മാർഗൻ എന്നുള്ള സിനിമ. പക്ഷെ സ്റ്റിൽ വിജയ് ആന്റണി ആയതുകൊണ്ട് ശരിക്കും ഒരു വിശ്വസിച്ച് കാണാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ OTT റിലീസായി എത്തി മാർഗൻ എന്ന സിനിമ കണ്ടു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ തന്നെ റീസെൻ്റായി വന്നിട്ടുള്ളതിൽ അത്യാവശ്യം നല്ല ഒരു പടമാണ് മാർഗൻ എന്നുള്ള സിനിമ. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് സിനിമ. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നു. ഒരു ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ട് ഒരു കില്ലർ കൊല്ലുകയാണ്. ശരീരമാകെ കറുത്തു പോകുന്നു. അങ്ങനെ ഒരു ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു കൊലപാതകം അവിടെ നടക്കുന്നു. നമുക്കും തന്നെ ഒരു അതിശയമായിരുന്നു. എന്തോ ഒരു യുണീക്കായിട്ടുള്ള കാര്യം ഈ സിനിമയിലുണ്ടെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് നായകനാണ്. നായകൻ മുംബൈയിലാണ് ഇപ്പോൾ. പുള്ളി ഈ കേസിനെ കുറിച്ച് അറിഞ്ഞ് പുള്ളിക്ക് ആ കേസുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു സീനൊക്കെയാണ് പിന്നീടുള്ളത്. കാരണം പുള്ളിയുടെ ഒരു ഭാഗം ഈ ഒരു കറുത്ത് ശരീരമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ പുള്ളി അൺഒഫീഷ്യലായിട്ട് തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യാൻ ഇറങ്ങുന്നു. പിന്നീട് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമ. സിനിമയിൽ ഈ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നുള്ള രീതിയിൽക്കാ ഉൾപ്പെടെ ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം കൂടെ ഈ സിനിമയോടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലൊരു യുണീക്കായിട്ട് എനിക്ക് തോന്നിയത്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം എന്താ പറയുക, ഈ സിനിമയ്ക്ക് ഒരു പുഷ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ചില സമയത്ത് പുള്ളിയുടെ ആ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അന്നേരം ഒന്നൊന്ന് ലാഗ് പോലെ തോന്നിക്കുമെങ്കിലും സിനിമ ട്രാക്കിലോട്ടാണ് എത്തുന്നുണ്ട്. അത് അധികം വലിയ ബോറടിപ്പിക്കാതെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഈ സിനിമയുടെ തന്നെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വിജയ് ആന്റണിയുടെ മ്യൂസിക്കാണ്. പുള്ളിയുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സിനിമയ്ക്ക് നന്നായിട്ട് പുഷ് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ സോങ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഒരു ടൈറ്റിൽ സോങ്ങും ആ ഒരു പാടിയ വോക്കലും കൂടി ആയപ്പോൾ ഒരു എന്തോ സ്ട്രൈക്കിംഗ് ചെയ്യുന്ന വരികളും ആ ഒരു മ്യൂസിക്കും കൂടെ നമുക്ക് ഫീൽ ചെയ്യും. ക്ലൈമാക്സ് നല്ല സൂപ്പർബായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ക്ലൈമാക്സ്. ആ ഒരു ക്ലൈമാക്സ് കാരണം തന്നെ ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ലെവലിലോട്ട് നിൽക്കുന്ന സിനിമ കുറച്ചുകൂടെ ഒന്ന് ഹൈ ആയി പോകുന്ന കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ്. ആദ്യ അവസാനം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങും കാര്യങ്ങളായിട്ട് പോകുന്നു. ക്ലൈമാക്സ് കുറച്ചുകൂടെ ഈ സിനിമയെ ടോപ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമ അത്യാവശ്യം നല്ല ഒരു ഗുഡ് മൂവി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.